നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്നുള്ള ഒരു പുതിയ പ്രതിരോധ കരാർ ഈ കഴിഞ്ഞ ദിവസം നിലവിൽ വന്നു. ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഞങ്ങളും കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. ഇറാനെതിരെ അല്ലെങ്കിൽ ഇറാന്റെ ഭീഷണിയും ആക്രമണങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. പ്രത്യേകിച്ചും അമേരിക്കയുടെ ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളും. ഇറാനെതിരെയുള്ള ഒരു സഖ്യമാണ് ഇതെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ആദ്യമായി ഇതിനെക്കുറിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നും ആദ്യ പ്രതികരണം പുറത്തു വന്നിരിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖൈയാണ് പ്രതികരണവുമായി എത്തിയിട്ടുള്ളത്. സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രിരാഷ്ട്ര പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണി അല്ലെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യുഎസിനെ കുറിച്ച് പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് ഈ കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കരാർ പശ്ചിമേഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുടെ പല ധാരണകളും മാറുന്നുണ്ടെന്നതിന്റെ തെളിവാണ്. കഴിഞ്ഞ 3 വർഷത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വ്യാജ ദല്ലാളന്മാരിൽ നിന്ന് വാങ്ങാവുന്ന ഒന്നല്ല സുരക്ഷ എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ബഖൈ പറഞ്ഞത്. അതായത് വ്യാജ ദല്ലാളനായിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്. അറിയാലോ, ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ ക്യാമ്പുകൾ, എയർ ബേസ് ആയാലും മറ്റ് സൈനിക ക്യാമ്പുകളായാലും ഈ പശ്ചിമേഷ്യയിലെ GCC രാജ്യങ്ങളിൽ നിരവധി ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നു. അതെല്ലാം അവരുടെ സുരക്ഷ നോക്കുമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം സൗദിയുടെ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ സൽമാൻ തന്നെ ട്രംപിനോട് പറഞ്ഞത്, നിങ്ങൾ നമ്മുടെ പശ്ചിമേഷ്യയിലെ സമാധാനം കളയരുത്, യുദ്ധം നയതന്ത്രപരമായി ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന ഒരാവശ്യം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് നൽകിയത്. കാരണം അമേരിക്ക ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സമാധാനം കെടുത്തുന്നു എന്നവർ തിരിച്ചറിയുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതായത് ഒരുപക്ഷെ ഈ നമ്മുടെ ഇസ്മയിൽ ബഖൈ, ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. സൗദി അറേബ്യ ഉൾപ്പെടെ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഒരുപക്ഷെ സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ, ഖത്തറായാലും ബഹ്റിനായാലും ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ സൗദി അറേബ്യ പറയുന്നത് അനുസരിക്കുകയും സൗദി അറേബ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുപിടി രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യ പറയുന്നത് അമേരിക്ക തങ്ങളുടെ സമാധാനം കളയരുത് എന്നുള്ള ഒരു ശാസന രൂപത്തിലാണ് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. സ്നേഹത്തോടെയാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ശാസനയും അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പും ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് നിങ്ങൾ ഇനി കൂടുതലായി ഇറാനെ ആക്രമിച്ച്, ഇറാൻ തങ്ങളെ ആക്രമിച്ച് ഈ മേഖലയിലെ സമാധാനം കെടുത്തുകയാണെങ്കിൽ തങ്ങൾക്കത് ഇടപെടേണ്ടി വരുമെന്ന രീതിയിലാണ്. ഒരുപക്ഷെ ഇടപെടുന്ന രീതി എന്ന് പറയുമ്പോൾ അമേരിക്കയോട് സ്നേഹപൂർവ്വം ഇവിടുത്തെ ക്യാമ്പുകൾ മതി, നിങ്ങൾ ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ തങ്ങളെ ആക്രമിക്കാൻ കാരണം നിങ്ങളുടെ ക്യാമ്പുകളും നിങ്ങളുടെ സൈനിക വിഭാഗങ്ങളും ഒക്കെ ഇവിടെ ഞങ്ങളുടെ രാജ്യങ്ങളിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതില്ലെങ്കിൽ ഒരിക്കലും ഇറാൻ ആക്രമിക്കുകയില്ല, ഇറാനും തങ്ങളുമായി പ്രശ്നങ്ങളില്ല എന്ന രീതിയിൽ ഇറാൻ ഒരിക്കലും തങ്ങളെ ആക്രമിക്കില്ലെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് താങ്കൾ ദയവായി താങ്കളുടെ പട്ടാളവും ബാക്കി സാധന സാമഗ്രികളുമായി ഇവിടുന്ന് സ്ഥലം വിടുക, ഇത്ര വർഷത്തിനകം ഒരു പീരീഡ് വെച്ചിട്ട് പറയാനുള്ള സാധ്യത വിദൂരമല്ല, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇത് രൂക്ഷമാണ്, തീർച്ചയായിട്ടും പറയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് ഞൊടിയിടയിൽ പെട്ടെന്ന് തന്നെ യുദ്ധം തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും വെടിനിർത്തിയിരിക്കുന്നത് എന്നതാണ് ലോകരാഷ്ട്രീയത്തിൽ പലരും ചിന്തിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കും അസ്ഥിരതയ്ക്കും തന്നെ കാരണം ഇസ്രയേലും US-ഉമാണ്. ലോകത്തിന് മുഴുവൻ ഇസ്രയേൽ ഭരണകൂടം ഭീഷണിയാണ്. ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക വഴി US-ഉം പ്രശ്നത്തിൻ്റെ ഭാഗമാകുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞതാണ് പ്രതിരോധ കരാറിലേക്ക് എത്താൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നിർബന്ധിതമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇസ്രയേൽ ലോകത്തിന് ഭീഷണിയാണെന്നും ഇറാൻ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇറാൻ തന്നെ പറയുന്നത് ഇസ്രയേലിനെ തീർക്കും എന്നുള്ള രീതിയിലാണ്. ആണവായുധം കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രയേലിനെ തീർക്കുമെന്ന രീതിയിലാണ് ഇറാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും യാതൊരു കാരണവശാലും ഇറാൻ അണുവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലും അതുതന്നെയാണ്. പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചരിത്രപരമായും സാംസ്കാരികപരമായും ഇറാനുമായി ആഴത്തിൽ ബന്ധമുള്ള രാജ്യങ്ങളാണെന്ന് ഈ നമ്മുടെ ഇസ്മയിൽ ബഖൈ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ പ്രതിരോധ കരാർ ഒരിക്കലും ഇറാനെതിരായ കൂട്ടായ്മയാണെന്ന പേടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഹോർമുസ് തുറക്കില്ലെന്ന പ്രസ്താവനയും കൂടി ഇദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് വെള്ളിയാഴ്ചയാണ് സംയുക്ത പ്രതിരോധ കരാർ ഒപ്പിട്ടത്. കരാർ ഇറാനെതിരായ കൂട്ടായ്മയാണെന്ന് അഭ്യൂഹ
ഗൗരവം ഉയർന്നെങ്കിലും ഈ ഒപ്പിട്ട 3 രാജ്യങ്ങളും സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും അത് നിഷേധിച്ചിരുന്നു എന്നുള്ള വസ്തുതയും കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സൗദി കൂടുതൽ സുരക്ഷ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ സൗദി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളുടെ എല്ലാം മനസ്സിൽ ഇത് തന്നെയാണ്. ഇപ്പോൾ അമേരിക്ക സുരക്ഷ കൊടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സുരക്ഷ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴും അമേരിക്ക ആക്രമിച്ചാൽ ഉടൻ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മിസൈലുകളും ബോംബുകളും ഡ്രോണുകളും എത്തുന്നു. അപ്പോൾ അതിനർത്ഥം അമേരിക്ക കൊടുക്കുന്നത് സുരക്ഷയല്ല, അതിൽ തങ്ങൾക്ക് സുരക്ഷ കിട്ടില്ല എന്ന് GCC രാജ്യങ്ങൾ ഓരോന്ന് ചിന്തിച്ചു തുടങ്ങി എന്നതിൻ്റെ തെളിവ് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ കാണുന്ന ഈ പുതിയ ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്നത്. കാരണം സൗദി അല്പം കൂടി കൂടുതൽ സുരക്ഷ ആഗ്രഹിക്കുന്നു. ഭാവിയിൽ ഒരു ആവശ്യം വന്നാൽ അതിനുവേണ്ടിയാണ് നേരത്തെ പാകിസ്ഥാനുമായി ഒരു പ്രതിരോധ കരാറിലെത്തിയിരുന്നു. അതുപോലെ ഇപ്പോൾ ഈ ഒരു തുർക്കിയും പാകിസ്ഥാനും സൗദിയും കൂടി ചേർന്നുള്ള മറ്റൊരു കരാറിലും കൂടി സൗദി ധൃതി പിടിച്ചെത്താൻ തന്നെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.